എന്തു പറ്റി സത്യ? ഇത്ര സിൻസിയറായിട്ട് നീ പേപ്പറിൽ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സന, ഈ വീടിനെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടുമെന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടേക്ക് വന്നിട്ട് 3 ദിവസമായില്ലേ? നമുക്കിതുവരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഇവിടെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. സത്യ, നീ നന്നായിട്ട് ആലോചിക്കേ. എന്താ ഈ നാട് നാശത്തിന് വേണ്ടി പ്ലാൻ ചെയ്യണമെന്ന് തോന്നുന്നു? നാടിനെ നശിപ്പിക്കുന്ന രാജദ്രോഹികളാണ്. ഇത് ഞങ്ങളെ പോലുള്ളവർക്കല്ല. എന്റെ ദൈവമേ, അപ്പൊ എന്താ ചെയ്യുന്നേ? നീ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ഭയപ്പെടുത്തുന്ന എന്താണ് പ്രശ്നം ആലോചിക്കായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വരില്ല മോനെ. ഒരുമിച്ച് വന്ന് എല്ലാവർക്കും പ്രശ്നം കൊടുക്കും. പ്രശ്നങ്ങളാണെങ്കിൽ ഞങ്ങൾ ശരിക്കും ആപ്പ് വയ്ക്കും. എന്റെ അമ്മോ, ഇവിടെ വരുന്ന എല്ലാവരും എല്ലാ കാര്യവും ഞങ്ങൾ നോക്കാമെന്ന് അതും ഇതും ഡയലോഗ് മാത്രം അടിക്കും. കുറച്ചു ദിവസം മുന്നേ നിങ്ങളെ പോലെ തന്നെ ഇവിടെ ഒരു ബാച്ച് വന്നു. നിങ്ങളെ പോലെ തന്നെയാ സംസാരിച്ചത്. ധൈര്യമാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർക്ക് പറ്റാതെ അവരോടൊന്ന് ഓടിക്കളഞ്ഞു. നിങ്ങളുടെ കഥ എന്താ? നീ അതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ട ബ്രദർ. അവരെ പോലെ ഓടുന്ന ബാച്ച് ഞങ്ങളല്ല. ഇങ്ങോട്ട് വാ. ആ വരാൻ സാർ. സാർ പറയൂ സാർ. എന്താടാ വളരെ നല്ലവനെ പോലെ അഭിനയിക്കുകയാണോ നീ? ഇല്ല സാർ. എൻ്റെ അടുത്ത് അഭിനയിക്കണ്ട. ശരി, ഇതിനു മുമ്പ് ഈ വീട്ടിലേക്ക് ഒരു 3 പേര് വന്നില്ലേ? അവർക്ക് എന്താ സംഭവിച്ചത്? എന്തോ സാർ എനിക്കറിയില്ല. നിനക്ക് എല്ലാം അറിയാം. ഡ്രാമ ചെയ്യാതെ മര്യാദയ്ക്ക് പറഞ്ഞേക്ക്. സാർ, അവരെ 3 പേരിന് കൂടെ ഒരു ഫോറിൻ ലേഡി ഉണ്ടായിരുന്നു സാർ. ഞങ്ങളെ പോലെ തന്നെ അവരും എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അവർ തേടി വന്ന സാധനം അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ മുഖ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സാർ, ആ ഫോറിൻ പെണ്ണ് അന്ന് രാത്രി തൊട്ട് കാണാണ്ടായിപ്പോയി. ശരിക്കും എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയില്ല സാർ. യെസ്, നീ പറഞ്ഞത് ശരിയാണ്. അന്ന് രാത്രി ആ പെണ്ണ് മരിച്ചു പോയതും സത്യം തന്നെയാണ്. അത് കണ്ടിട്ടാണ് ആ 3 പേര് പേടിച്ചോടിയത്. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്നല്ല നീ ആലോചിക്കുന്നത്. കാരണം ആ പെണ്ണിനെ കൊന്നത് തന്നെ ഞാനാടാ. എന്താ പേടിച്ചോയോ? ജസ്റ്റ് ജോക്കിംഗ്. ഇതാരായിരിക്കും? എന്നെ കൊല്ലാൻ എന്താ അവർക്ക് ആവശ്യം? ഒന്നും മനസ്സിലാവില്ലല്ലോ. എന്തു പറ്റിയടാ? ഇന്ന് നിന്നെ കാണാൻ നല്ല ഹാപ്പി ആണല്ലോ. ഒന്നുമില്ല മാഡം, ഫോണിൽ ഗെയിം കളിക്കാണ്. അത് ശരി, ഗെയിം കളിച്ചോണ്ടിരിക്കയാ? അതെ മാഡം. കണ്ടല്ലടാ അവനെ. സായ്. അതേടാ, ഇന്ന് നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. ശരിടാ, ഫോണിലൊന്നും വേണ്ട, നമുക്ക് ലൈവായിട്ട് ഗെയിം കളിക്കാം. ഓക്കെ, കേരി ഓൺ. ആടിയേക്കാം. എന്ത് ഗെയിം സാർ? പൂവാണോ തലയാണോ? നീ പറഞ്ഞത് വന്നാൽ നിനക്ക് എന്നെ തല്ലാം. വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കും. ഗെയിമിൽ നല്ല കിക്കുണ്ടല്ലോ. എൻ്റെ അമ്മോ, ഇവനെ അടിക്കാൻ ഇത് ഒറ്റ ചാൻസേ ഉള്ളൂ. ഇത് യൂസ് ചെയ്തിട്ട് ഇവനെ എങ്ങനെയെങ്കിലും തല്ലിയേ പറ്റുള്ളൂ. നന്നായി ആലോചിക്ക ഫ്രണ്ടേ. ഇനി നിന്റെ ഇഷ്ടം. ഓക്കെ സാർ, കളിക്കാം. ഈ ഗെയിം സൂപ്പറാണ്. ഓക്കെ ആണോ? എന്നാ എനിക്ക് ഓക്കെയാണ്. കോയിൻ ഇടാണ്. തല. സാർ വീണ്ടും പറയാം. ഓക്കെ.
തല. സാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ വലിയ നന്ദി സാർ. ഞാൻ പോവാ. എന്തു പറ്റി? അവിടെ എന്റെ ചുറ്റിലും ആരുണ്ട്, പക്ഷെ ഞാൻ കണ്ടില്ല. ശരി ശരി, ടെൻഷൻ ആവല്ലേ, നീ ഇരിക്ക്. ഇല്ല, അവിടെ ആരുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇന്ന് നിന്റെ കൂടെ ഇവിടെ ഉറങ്ങട്ടെ. നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്ക് പ്രശ്നമോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഇവിടെ സമാധാനത്തിൽ ഉറങ്ങാം. സായി, സണ, എന്ത് പറ്റി സത്യ? പറയൂ സത്യ. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നെ എല്ലാവരുടെ ചോദ്യത്തിനും ഉത്തരം ഈ വീടാണ് പറയാൻ പോകുന്നത്. നോക്കൂ ഗൈസ്, ഈ വീട്ടിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിനും തീർവ് ഈ വീട്ടിലാണ് കിട്ടാൻ പോകുന്നത്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ശരി, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? സിമ്പിൾ. ഇതുവരെ നമ്മൾ ഈ വീട്ടിനകത്താണ് നമ്മൾ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീടിന്റെ പുറം വശത്താണ് എല്ലാം സെർച്ച് ചെയ്യേണ്ടത്. എന്തെങ്കിലും ക്ലൂ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഒരു നിമിഷം സത്യ, നീ പറയുന്നത് വിശ്വസിക്കാവോ? സത്യ പറയുന്നത് സത്യമായിരിക്കും. ദയവായി ഞങ്ങൾ ഇന്ന് സഹായിക്കൂ. യാ, ദാറ്റ് ഈസ് ഗുഡ്. ഇവിടെ നോക്കൂ ഗൈസ്, നിങ്ങളുടെ കാണലിൽ എന്തെങ്കിലും സംശയമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് വിടണ്ട നിങ്ങൾ. കാരണം അതുകൊണ്ട് നമുക്ക് ക്ലൂ കിട്ടാം. ഓക്കെ സന, ഈ കവർ എടുത്തോ. എന്തെങ്കിലും കിട്ടിയാൽ ഇതിൽ ഇട്ടേക്ക്. ശരി, എന്റെ കയ്യിൽ താ. ഈ വീട്ടിന്റെ പുറത്തുനിന്ന് കിട്ടിയ വസ്തു ഇതാണ്. ഇതെല്ലാം ഞങ്ങൾ നന്നായിട്ട് കണ്ടതാണ്. ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയത് ഒന്നുമില്ല. അധികമായിട്ടുള്ളത് ഈ പാവകൾ മാത്രമാണ്. പക്ഷേ ഈ പാവയെ ആരായിരിക്കും ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ചിട്ടത്? ഒരുപാട് ബൊമ്മകളുള്ളപ്പോൾ ഈ ബൊമ്മയെ മാത്രം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? യെസ്, നീ പറഞ്ഞത് ശരിയാണ്. അതാണ് എനിക്കൊന്നും മനസ്സിലാത്തത്. ഒരുപക്ഷെ പ്രേതങ്ങൾ ഇങ്ങനെ ചെയ്തതായിരിക്കുമോ? അതെ, ഒരുപക്ഷെ അങ്ങനെ നടന്നിട്ടുണ്ടാവും.
പാവയെ നിങ്ങൾ കണ്ടോ? കയ്യും കാലും ഒക്കെ എങ്ങനെ തനിച്ചിരിക്കുന്നുവെന്ന്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിനകത്ത് പ്രേതങ്ങൾ ഉണ്ടാകുമെന്ന്. അയ്യോ ഒന്ന് നിൽക്കും മാഡം. എപ്പം നോക്കിയാൽ നിങ്ങൾ പ്രേതത്തിനെ പറ്റി പറയുന്നത്? അവര് പറഞ്ഞത് സത്യമാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആ ജോലിനെയും ആ പ്രേതം തന്നെ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞതല്ലേ ഈ വീട്ടില് പ്രശ്നമുണ്ടെന്ന്. വെയിറ്റ് ബ്രദേഴ്സ്, ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആരാണ്? ആരുടെ സത്യ? പറയാം, സമയം വരുമ്പോൾ ഞാൻ തന്നെ പറയാം. എപ്പോ വരും സാർ ആ ടൈം? നിന്റെ മരണവും സ്റ്റാർട്ടാവൂടാ. ഒന്ന് നിർത്താവോ? എപ്പോ നോക്കിയാൽ രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക.